വലിയ പെരുന്നാള് വന്നല്ലോ സന്തോഷനാള്, നന്മ നിറഞ്ഞൊഴുകും ലോകത്തിനുല്ലാസനാള്. അത്തരമുക്കി പറക്കും കാറ്റേ തിരുനാളായി വന്നിട്ട്, ധിക്കര പാടി പറക്കും കിളിയേത്തുകയില്ലേ സമയത്ത്. വലിയ പെരുന്നാള് വന്നല്ലോ സന്തോഷനാള്. ഇബ്രാഹിം നബിയുടെയും ഇസ്മായിൽ നബിയുടെയും ത്യാഗത്തിൻ്റെയും സ്നേഹത്തിൻ്റെയും ഫലമായി അള്ളാഹു നമുക്ക് നൽകിയൊരു വലിയ അനുഗ്രഹമാണ് ഈ ബലി പെരുന്നാൾ. എല്ലാവരും വീട്ടുകാരുമൊത്ത് വീട്ടിലിരുന്ന് സേഫായിട്ടും സന്തോഷമായിട്ടും ബലി പെരുന്നാൾ ആഘോഷിക്കുകയെന്ന് വിചാരിക്കുകയാണ്. എല്ലാവർക്കും ഞങ്ങളുടെയും എൻ്റെ കുടുംബത്തിൻ്റെയും ബലി പെരുന്നാൾ ആശംസിക്കുന്നു. പെരുന്നാൾ ഓർമ്മകൾ എന്ന് പറയുമ്പോൾ കല്യാണത്തിന് മുന്നുള്ള പെരുന്നാൾ ഓർമ്മകളാണ് ഒന്നുകൂടി എനിക്ക് ഓർമ്മയിൽ നിൽക്കുന്നത്. കാരണം തലേ ദിവസം എല്ലാവരും കൂടി മേലാഞ്ചിയൊക്കെ ഇട്ട് പാട്ടൊക്കെ പാടി എല്ലാ വീട്ടിലും പോയി അവിടുത്തെ വിശേഷങ്ങളൊക്കെ അറിഞ്ഞ് നാളെ എന്താ ഫുഡ് എന്ന് ഇന്ന് തലേന്നേ പോയി നോക്കി. പിന്നെ അടുക്കളയിൽ പോയിട്ട് നമ്മളെ വീട്ടിൽ എന്താ നാളത്തെ ഫുഡിൻ്റെ പ്രിപ്പറേഷൻ ചെയ്യാനല്ല കേട്ടോ, എങ്കിലും വെറുതെ ഒന്ന് പോയി അവിടെയൊക്കെ ഒന്ന് നോക്കി നടക്കുന്നില്ലേ, അടുക്കളൊക്കെ സജീവല്ലേ എന്ന് നോക്കി നമ്മുടേതായ പണികളും നമ്മുടേതായ ഡ്രസ്സ് മടക്കി വെക്കലും എല്ലാ രീതിയിലും എൻഗേജ്ഡ് ആയിരുന്നു. പിറ്റേ ദിവസം ആകുമ്പോൾ തന്നെ നേരത്തെ എണീറ്റ് തല വഴി എണ്ണ കോരി കഴിക്കും ഉമ്മ. അത് കഴിഞ്ഞ് നേരത്തെ കുളിച്ച് മാറ്റി പുതിയ ഡ്രസ്സൊക്കെ അണിഞ്ഞ് അത്രയൊക്കെ പോയി എല്ലാ വീട്ടിലും പോയി ഇങ്ങനെ എന്താ പറയുക, ഈദ് മുബാറക്ക് എന്ന് പറയുമ്പോൾ കിട്ടുന്നൊരു സുഖം ഇപ്പം കിട്ടുന്നുണ്ടോ എന്ന് ചോദിച്ചാൽ ഇല്ല കേട്ടോ. കാരണം ഇപ്പം നമ്മൾ ഒരുപാട് പണികൾ എൻഗേജ്ഡാണ്. രാവിലെ എണീച്ചാൽ നമുക്ക് ഡ്രസ്സ് മാറ്റണം എന്നല്ലല്ലോ നേരം, വീട്ടിൽ അടുക്കള ജോലികളും അതുപോലെ തന്നെ നമ്മുടെ ഉമ്മമാർ ചെയ്യുന്ന ജോലികളൊക്കെ നമുക്കിപ്പോൾ ചെയ്യേണ്ടതായിട്ടുണ്ടല്ലേ. അപ്പോൾ ഇന്ന് ഞങ്ങളുടെ പെരുന്നാളിൻ്റെ വിശേഷങ്ങളും കാര്യങ്ങളൊക്കെയാണ് കേട്ടോ ഈ ഒരു കുഞ്ഞു വ്ളോഗിലൂടെ നിങ്ങളുടെ മുന്നിൽ എത്തിക്കുന്നത്. നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നു വിചാരിക്കുന്നു. അപ്പോൾ ഇന്ന് ഞങ്ങൾ വെച്ചത് നല്ല ബിരിയാണിയാണ്, ചിക്കൻ ബിരിയാണിയാണ്. എല്ലാ വർഷവും കുട്ടനും പോത്തും കോഴിയും എല്ലാം ഉണ്ടാവാറുണ്ട്. പിന്നെ ഞങ്ങൾക്ക് ഏറ്റവും ഇഷ്ടമുള്ള ബിരിയാണി ഉണ്ടോ ചണ്ടിക്കോഴി ബിരിയാണി. പക്ഷെ അത് ഇപ്രാവശ്യം ഇല്ല. ഇപ്രാവശ്യം നമ്മൾ ബ്രോയിലർ ചിക്കനാണ് വെച്ചത്. കൂടാതെ നല്ല ബീഫ് വരട്ടിയതുണ്ടായിരുന്നു. അങ്ങനത്തെ അതിൻ്റേതൊക്കെ വിശേഷങ്ങളും ബലിപെരുന്നാൾ എന്ന് പറയുമ്പോൾ നമുക്ക് ആദ്യം തന്നെ ഒരു കർമ്മമുണ്ട് അല്ലേ, ബലി. ഒരു മൃഗത്തിനെ, ഹലാലായൊരു മൃഗത്തിനെ ബലി അർപ്പിക്കാം. അപ്പോൾ ഞങ്ങൾക്ക് അതിന് കിട്ടിയ ഒരു അവസരം ഇപ്രാവശ്യം ഉണ്ടായി. അതിന് വേണ്ടിയിട്ട് കൊടുന്നൊരു പോത്തുംകുട്ടിയാണ് കേട്ടോ, ഒരു പാവം പോത്തുംകുട്ടി. നമുക്ക് ഒന്നും ചെയ്യുന്നില്ല കേട്ടോ, പാവമാണ്. അതിൻ്റെ വിളിയായി എന്ന് മനസ്സിലായത് കൊണ്ടായിരിക്കും അത് അങ്ങനെ റിയാക്ട് ചെയ്യുന്നത് എനിക്ക് തോന്നിയിട്ടുണ്ട്. എനിക്കൊപ്പം സങ്കടവും സന്തോഷം തോന്നി. സങ്കടം എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഒരു വീട്ടിലിങ്ങനെ കയറ് കെട്ടിയിട്ട് കൊണ്ടാകുമ്പോൾ ഒരു അവസ്ഥ ആലോചിക്കുമ്പോൾ വളരെ ദയനീയമാണ് കേട്ടോ. ഞാൻ ഇടയ്ക്കിടയ്ക്ക് അതിനെ വന്ന് നോക്കും, അതൊരു സൈഡിൽ ഇങ്ങനെ മൂലക്കിരിക്കും. അപ്പം എനിക്ക് എന്തോ ഒരു അറ്റാച്ച്മെൻറ്റ് തോന്നി, നമ്മുടെ ജീവിതമായിട്ട് എവിടേക്കോ ഒരു കണക്ഷൻ ഉള്ളത് പോലെ തോന്നി. കാരണം നമ്മളെ പോത്തിനെയും ഒരു രീതിയിൽ ഒരേ ലൈഫ് ലൈനാണ് അല്ലേ. ഞാൻ ആരെയും കുറ്റപ്പെടുത്തി പറയുന്നതല്ല, എനിക്ക് തോന്നിയൊരു കാര്യമാണ്. പോത്തിനെ കയറ് കെട്ടിക്കൊടുന്നത് ബാക്കിയുള്ളവർ താലി കെട്ടിക്കൊടുന്നൊരു വ്യത്യാസം മാത്രമേ ഉള്ളൂ. അതിന് അറിവ് കഴിഞ്ഞാൽ അതിൻ്റെ ജോലി കഴിഞ്ഞാൽ അൽഹംദുലില്ലാഹ് പറഞ്ഞാൽ അത് അള്ളാഹുവിൻ്റെ അടുത്തേക്ക് പോയില്ലേ. പക്ഷെ നമ്മുടെ അവസ്ഥ ഇങ്ങനെ അള്ളാഹു പരീക്ഷിച്ചുകൊണ്ടേ ഇരിക്കുകയാണ്. അപ്പം അതൊക്കെ വിട്ടിട്ട് അപ്പം ഞാൻ അതിനെ കണ്ടപ്പോൾ എനിക്ക് വല്ലാത്ത സങ്കടം തോന്നിയിട്ട് ഞാൻ തലേ ദിവസത്തെ മുന്നത്തെ ചോറ് ഞാനിങ്ങനെ ഒന്നെങ്കിൽ പാലുകാരന് കൊടുക്കും, അങ്ങനെ ചേർത്ത് വെച്ച് ചോറായിരുന്നു. അപ്പോൾ എനിക്കത് കൊടുക്കാൻ തോന്നിയില്ല. ഞാനത് എൻ്റെ പോത്തിനെടുക്കാനായിട്ട് കുറച്ച് വെള്ളമൊക്കെ ഒഴിച്ച് സെറ്റാക്കി. എനിക്കറിയില്ല കേട്ടോ ചോറ് കഴിക്കോ ഇല്ലേന്നൊന്നും, കൊണ്ടുപോകാറുണ്ടല്ലോ കഴിക്കാൻ. അപ്പോൾ ആ ഒരു രീതിയിൽ കുറച്ച് ചോറൊക്കെ കലക്കി നേരെ നമ്മുടെ പോത്തുംകുട്ടിയുടെ അടുത്തേക്ക് പോയപ്പോൾ പോത്തിന് തട്ടിയിടുമെന്ന് ഐഡിയ ഉണ്ട്. എന്നെ കൊല്ലരുത്, ഞാൻ വെച്ചുതരാം. ബിസ്മില്ലാഹി റഹ്മാനി. എത്തൂലല്ലോ, എന്താക്കൂ? ഫ്രാൻസ് മാഷാ അല്ലാഹ്. എന്റെ പോത്ത് നല്ലോണം തിന്നുണ്ടല്ലോ.
ഇതിന്റെ പോത്താട്ടാ ഇതിന്റെ അങ്ങോട്ട് പോയിക്കോ. അല്ല അതിന് വിശന്നിട്ടാണ്. പോത്തൊക്കെ വെക്കുന്നുണ്ട്. പോത്തക്ക് വിശക്കുന്നുണ്ട്, അതുകൊണ്ടല്ലേ പോത്ത് തിന്നുന്ന കണ്ടില്ലേ, പാവം പോത്ത്. എന്റെ പോത്തല്ല, നീ ചോറ് ചെയ്യല്ലോ. മണ്ടല്ല പോത്ത. അങ്ങനെ തട്ടാണ്ട് തട്ടും പോത്ത്. നിന്റെ പോത്തല്ല, ആ കുട്ടിയുടെ പോത്താട്ടാ. നിന്റെ പോത്തല്ല. ആ ഷമാസിന്റെയും പോത്താണ്, എല്ലാരെയും പോത്താണ്. ഉമ്മാടെ പോത്താണ്. പാവം. ഇപ്പാട് പോത്തു ആണ്. നീ ബാക്കി ഉണ്ടാവുമ്പോൾ എനിക്ക് തെന്നിട്ട പോത്തെ. അതാ നെൽക്ക് തെളിയുമ്മ തെട്ടാലിമ്മ വാഴല്ല പോത്തിന്റെ പാവ. എന്റെ കൗത്തൊക്കെ ഉണ്ട്. ചെയ്യലേ ഇല കണ്ടപ്പോളേ അതിനാദ്യം തേങ്ങ വീഴാനാ അറിയുന്നതിന്റെ മണ്ടക്ക് കിട്ടണില്ലടാ. ആ പാത്രത്തിൽ എന്താ ഇട്ടെടുക്ക? പോവാ മതി. പോട്ടേട്ടാ, ഇനി പോയി കുളിച്ചിട്ടൊക്കെ വരേ. ചോറൊക്കെ പോയില്ലേ? എന്ത് തിന്നു? അയ്യേ വെള്ളം പാത്രം തട്ടിത്താ പോത്തുട്ടിയെ. ആ എന്നിട്ട് അങ്ങനെ വെക്കാം, അങ്ങനെ വെക്കാം. അങ്ങനെ തട്ടിടുക. പോത്തേ എടാ പോത്തേ, ആ പാത്രം താടാ പോത്തേ. അയ്യോ പാത്രം തരാനാ പറഞ്ഞേ. അതിന് ചോറ് മതിയില്ല തോന്നിയപ്പോൾ എനിക്ക് അടുത്തൊരത്ത് തോന്നി എനിക്ക് കുറച്ച് ന്യൂട്രിയൻസ് ഒക്കെ പ്രോട്ടീൻസ് ഒക്കെ അടങ്ങിയ ഫുഡ് കൊടുക്കണം. അങ്ങനെ ഞാൻ എൻ്റെ മോളുടെ ഓട്സ് കുറച്ച് കലക്കി, അത്യാവശ്യം കലക്കി വെള്ളത്തിൽ കലക്കി കൊടുത്തിട്ടോ. അപ്പം ഞാനത് വെച്ച് നോക്കുമ്പോൾ എനിക്ക് സത്യത്തിൽ സങ്കടം തോന്നി, കാരണം അതിന് വേണ്ട തോന്നുന്നു. ഇഷ്ടായില്ലേ ഓട്സ്? എങ്ങനെയുണ്ട് ഓട്സ് കഞ്ഞി? കുറച്ച് ഇനി കഞ്ഞിവെള്ളം തരാ. ഇഷ്ടായില്ലാന്ന് സാരല്ല, അത് കുടിച്ചോ, ഹെൽത്തിയാണ്, ഹെൽത്തി. വേണ്ട തോന്നുന്നു, ഇനി ഇഷ്ടായിട്ടില്ല. അനക്കിഷ്ടാണ്, യുമ്നാക്ക് ഇഷ്ടാണ് ഓട്സ്. പോത്തിന് ഇഷ്ടായില്ലേ പോത്തെ ഓട്സ്? പിണങ്ങിക്കണം. എന്നാ പോട്ടെ, പിന്നെ വരെ. പിന്നെ എൻ്റെ അടുത്തൊരു ഡിപ്പാർട്ട്മെൻറ്റാണ് എൻ്റെ അക്വേറിയത്തിലത്തെ കുറച്ച് കുഞ്ഞു കുഞ്ഞു മീനുകൾ. ഒരുപാട് മീനൊന്നും ഇടുന്നില്ല, കുറച്ച് കുഞ്ഞു കുഞ്ഞു മീൻ. അപ്പോൾ അതിന് ഫുഡ് കൊടുക്കണം എന്നൊക്കെ അതൊക്കെ വല്ലാതൊരു സന്തോഷം, ഒരു മൈൻഡ് റിലാക്സിങ് ആണ് കേട്ടോ. അപ്പോൾ ഞാൻ ഈ ഒരു അക്വേറിയം എനിക്ക് വളരെ ഇഷ്ടപ്പെട്ട് വാങ്ങിയൊരു അക്വേറിയമാണ്. കുഞ്ഞ് അക്വേറിയമാണ്, അതിൽ നല്ല നല്ല ലൈവ് പ്ലാന്റ്സ് ഒക്കെ ഉണ്ട്. എനിക്കത് അതിനെ ഇടയ്ക്ക് നോക്കി നമ്മുടെ മൈൻഡൊന്ന് റിലാക്സ് ആവും, ടെൻഷൻ ഫ്രീ ആവും. ഈ മീനുകൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഓട്ടും. ഇതിൽ വേറൊരാൾ കൂടി ഉണ്ട് കേട്ടോ, അതിൻ്റെ ഒരു ഒച്ച എന്തോന്നോ അങ്ങനെ എന്തോ പറയുന്ന ഒരു ടൈപ്പ് ഒരു തരം ജീവിയുണ്ട്. അപ്പോൾ അതിങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ഇങ്ങനെ ഞൗഞ്ഞി. അപ്പോൾ അതിങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ പോണ കാണുമ്പോൾ ഒരു സന്തോഷമാണ്. അപ്പോൾ വല്ലപ്പോഴും ഒക്കെ ഇങ്ങനെ ഈ പോണാണ് കേട്ടോ എൻ്റെ കുഞ്ഞൻ. ആ കുഞ്ഞിനെ ഒറ്റ കുഞ്ഞിനേ ഉള്ളൂ, അതിൻ്റെ ബാക്കിയുള്ളൊക്കെ പോയി. അപ്പോൾ അത് ഒറ്റയ്ക്കൊരു കൂരത്തിലേക്ക് എടുക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ വിചാരിച്ച് അതിനൊരു കൂട്ട് കൊടുക്കാൻ. പക്ഷേ അതിൻ്റെ കൂട്ടൊന്നല്ല കൊടുത്തെങ്കിലും ഞാൻ അവരുടെ കൂട്ടത്തിൽ ഇട്ട് കൊടുത്തു. അങ്ങനെ ജീവിച്ചോട്ടെ ചോദിച്ചു. പക്ഷേ ഒരുപാട് ദിവസമായിട്ടും ഇപ്പോഴും ഒരു കുഴപ്പമില്ലാണ്ട് അത് അവിടെ അങ്ങനെ സേഫായിട്ട് കുറേ ഫ്രണ്ട്സിനൊക്കെ ആയിട്ട് ഇങ്ങനെ കറങ്ങുന്നുണ്ട്. അപ്പോൾ എനിക്ക് ഈ അക്വേറിയം ഭയങ്കര അറ്റാച്ച്ഡാണ് കേട്ടോ. അപ്പോൾ എനിക്ക് ഭയങ്കര ഇഷ്ടമായിട്ട് വാങ്ങിയതാണ്. അപ്പോൾ ഈ ഒരു അക്വേറിയത്തിന് എൻ്റെ റൂമിൻ്റെ അല്ലെങ്കിൽ ഈ റൂം ചെറുതാണെങ്കിലും ആ റൂമിൻ്റെ ഒരു കുഞ്ഞ് സൈഡിൽ വെച്ചപ്പോൾ അതിനിടയ്ക്കിടയ്ക്ക് ഇങ്ങനെ വന്ന് നോക്കുമ്പോൾ വല്ലാത്ത റിലാക്സേഷൻ. ഈ ഒരു ഷോർട്സ് ഒന്നും എൻ്റെ പെരുന്നാൾ ദിവസത്തെ അല്ല കേട്ടോ, പക്ഷേ ഇതൊക്കെ കാണിക്കണം തോന്നി, എൻ്റെ ലൈഫ് കാണിക്കണം തോന്നി. അങ്ങനെയാണ് ഈ ഒരു ഷോർട്സ് ഞാൻ നിങ്ങളായിട്ട് ഷെയർ ചെയ്തത്. അപ്പോൾ ഈ മീനുകളുടെ അങ്ങോട്ടും ഇങ്ങോട്ടുള്ള ജീവിതവും
അല്ലെങ്കിൽ അവരെ ഓരോ ചലനങ്ങളൊക്കെ കാണാൻ വല്ലാത്തൊരു രസമാണല്ലേ, നോക്കി നിന്ന് പോകും. അപ്പോൾ ഈ ലൈറ്റും കൂടി ഉള്ളതുകൊണ്ടാണ് ഈ പ്ലാന്റ്സ് ഇത്രയും ലൈവായിട്ടിരിക്കുന്നത്. അല്ലെങ്കിൽ എപ്പോഴേക്കും അത് ചീഞ്ഞ് പോകുന്ന ആ കടക്കാരൻ പറഞ്ഞ ഓർമ്മയുണ്ട്. അപ്പോൾ ഇടയ്ക്കിടയ്ക്ക് ലൈറ്റ് ഇട്ട് പോകും. അങ്ങനെയൊക്കെയാണ് ഈ കഥകൾ. അപ്പോൾ ഇനി നെക്സ്റ്റ് ഡേ ആണ് കേട്ടോ. അപ്പോൾ ആ ഒരു ദിവസവും ഇതേ കാഴ്ചകളൊക്കെ തന്നെയാണ് നിങ്ങൾക്ക് കാണിക്കുന്നത്. കാരണം എന്താ വെച്ചാൽ പോത്തിനെ പരിപാലനത്തിൻ്റെ ഒരു വ്ളോഗും കൂടിയാണ് ഈ ഒരു വ്ളോഗ്. അപ്പോൾ എല്ലാവരും കൂടി പോത്തിന് നല്ല തീറ്റ കൊടുക്കുകയാണ്. അപ്പോൾ മറ്റേ കാടിത്തീറ്റ ഉണ്ടല്ലോ, അത് വാങ്ങിയിരുന്നു. ഇവർ ഈ ഒരു ഭക്ഷണം അധികം കൊടുക്കണ്ടെന്ന് പറഞ്ഞുകൊണ്ട് തന്നെ നമ്മൾ നല്ല കാടിത്തീറ്റ വാങ്ങിയിരുന്നു. അപ്പോൾ അത് വെള്ളത്തിൽ കലക്കി കൊടുക്കുകയാണ് ഈ കാണുന്നത്. നല്ല രസമാണ് ഇങ്ങനെ നോക്കിയിരിക്കാൻ അല്ലേ. അങ്ങനെ സംഭവബഹുലമായ പെരുന്നാൾ ദിവസം എത്തിയിട്ട് അപ്പോൾ രാവിലെ തന്നെ നമ്മുടെ റൊട്ടീൻസ് ആയിട്ടുള്ള മോർണിംഗ് ഡ്രിങ്ക് ഒക്കെ കഴിച്ച് താഴത്തേക്ക് ഇറങ്ങി അപ്പോഴാണ് ഈ പൂവഴ ശ്രദ്ധയിൽപ്പെട്ടത്. അപ്പോൾ അത് നിങ്ങൾക്ക് കാണിച്ചിട്ട് വിചാരിച്ചു. അത് തലേ ദിവസം ഉണ്ടാക്കിയതാണ് കേട്ടോ. അതായത് തേങ്ങയും എല്ലാം കൂടിയിട്ട് മിക്സ് ചെയ്ത് ശർക്കരയും പഞ്ചസാരയും ഉണ്ട്. അപ്പോൾ അത് മനസ്സിലാവാൻ വേണ്ടിയിട്ട് ഞാനൊന്ന് മറ്റേ പൂവൻ്റെ ഇലയിലും അതിപ്പോൾ മറ്റൊന്ന് വാഴൻ്റെ ഇലയിലും ഉണ്ടാക്കിയത്. അപ്പോൾ വാഴൻ്റെ ഇലയിൽ ഞാൻ ശർക്കരയും സെറ്റ് ചെയ്തു. മറ്റേ പൂവഴ അടയിലയിൽ ഞാൻ എന്താണെന്ന് വെച്ചാൽ പഞ്ചസാര ഇട്ടു. കാരണം ഇവിടെ പലർക്കും പല ഇഷ്ടങ്ങളാണ്. ചിലർക്ക് പഞ്ചസാര ഇഷ്ടമാണ്, ചിലർക്ക് ശർക്കര ഇഷ്ടം. അപ്പോൾ ഓരോരുത്തരുടെ ഇഷ്ടത്തിനനുസരിച്ച് കഴിച്ചോട്ടെ വെച്ച് കുറച്ചധികം ഉണ്ടാക്കി തലേ ദിവസം തന്നെ കേട്ടോ. അപ്പോൾ പിന്നെ നമ്മുടെ സാധാ ഉള്ളി തക്കാളി വാട്ടിൽ പ്രോസസ്സിലേക്ക് കിടക്കുകയാണ്. അതായത് ബിരിയാണിക്കാണ് എന്നും ബിരിയാണിക്കായിട്ടുള്ള മസാല രാവിലെ തന്നെ റെഡിയാക്കി വെച്ചാൽ ഉള്ളി ഇതൊക്കെ തലേ ദിവസം തന്നെ ആയിരുന്നതുകൊണ്ട് അത് എളുപ്പമായി. അപ്പോൾ അതിൻ്റെ ഇടയിൽ കൂടെ നോക്കിയപ്പോഴാണ് പശുവിനെ അല്ലെങ്കിൽ പോത്തിന്, എനിക്ക് പശു നടക്കിടക്ക് വരും, നിങ്ങൾ ആക്കത്തിരിക്കും, എൻ്റെ അറിവില്ലായ്മ കൊണ്ടായിരിക്കും. അപ്പോൾ നല്ല മൈസൂർ പഴം കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ ജസ്റ്റ് അതൊന്ന് പോയി ഷൂട്ട് ചെയ്തതാണ്. അടുത്ത് പോയി തൊടാനോണ്ട് ഒന്നും ഒരു പ്രശ്നമില്ല കേട്ടോ. ഭയങ്കര മിങ്കിളായിപ്പോയി ആ ഒരു പോത്ത്. എന്തോ ഒരു അറ്റാച്ച്മെൻ്റ് ആയിപ്പോയി ആ പോത്തിനോട്. അപ്പോൾ എനിക്ക് തോന്നി പോയി ഷൂട്ട് ചെയ്യണം. അങ്ങനെ പോയി എടുത്താണ്. സമയമൊന്നും ഉണ്ടായിരുന്നില്ലെങ്കിലും ഓടിപ്പോയി എടുത്താണ് കേട്ടോ. അത് ഞാൻ തൊടാൻ എനിക്ക് നല്ല പേടിയുണ്ട്, നല്ല രീതിയിൽ തൊട്ടു. അപ്പോൾ ഇനി എൻ്റെ അടുത്ത ലക്ഷ്യം കുഞ്ഞു ഇൻഗ്രീഡിയൻസ് വെച്ചിട്ട് കുറച്ച് 2 പുഡിങ് ഉണ്ടാക്കലാണ്. അപ്പോൾ 3 പാക്കറ്റ് പാലുണ്ട്, കുറച്ച് കസ്റ്റർഡ് പൗഡർ, അങ്ങനെ കുറച്ച് കാര്യങ്ങളൊക്കെ ഞാൻ സേവ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ അത് ഉപയോഗിച്ചിട്ട് എന്തെങ്കിലുമൊക്കെ പുഡിങ് ഉണ്ടാക്കാമെന്ന് ഞാൻ വിചാരിച്ചു. അപ്പോൾ ഞാൻ അതിനായിട്ട് ആദ്യം പാക്കറ്റ് പാലൊക്കെ പൊട്ടിച്ച് നോർമലായിട്ട് തിളപ്പിക്കാൻ വെച്ചു കേട്ടോ. ഇനി നിങ്ങൾ കാണാൻ പോണ പുഡിങ് റെഡി ആയിട്ടാണ്. അപ്പോൾ ഇതേ നമ്മുടെ പുഡിങ്ങൊക്കെ സെറ്റായിട്ടുണ്ട്. 2 പുഡിങ് ഉണ്ടാക്കിയിട്ട് ഒന്ന് ബട്ടർ സ്കോച്ച് പുഡിങ് ഉണ്ടാക്കി, പിന്നെ ഒരു കസ്റ്റാർഡ് മോഡൽ ഒരു ചെറിയ ക്രീമി ടെക്സ്ചറിലൊക്കെ ഉണ്ടാക്കി. അപ്പോൾ ഞാൻ എന്താ വിചാരിച്ചതെന്ന് വെച്ചാൽ ചൈന ഗ്രാസ് വെച്ചിട്ട് ഞാൻ ബട്ടർ സ്കോച്ച് എസൻസൊക്കെ ചേർത്തൊരു ജസ്റ്റ് സിമ്പിൾ പുഡിങ് ഉണ്ടാക്കി. പിന്നെ കസ്റ്റാർഡ് പൗഡറൊക്കെ ചേർത്തിട്ട് കുറച്ച് ഫ്രൂട്ട്സൊക്കെ ചേർത്ത് ജസ്റ്റ് അതും ഒന്ന് ഗാർണിഷ് ചെയ്തിട്ട് അതും ഒരു പുഡിങ് ആക്കിയിട്ട് പറ്റിച്ചു. അത്രയേ ഉള്ളൂ. മറ്റേ വലിയ ആൾക്കാരെ കാണുമ്പോൾ ചിലപ്പോൾ വിചാരിക്കും ഇതാണോ നീ ഉദ്ദേശിച്ച പുഡിങ് എന്നൊക്കെ ചോദിക്കാൻ ചാൻസ് ഉണ്ട്. പക്ഷേ വെരി സോറി, എൻ്റെ പുഡിങ് എന്ന് പറഞ്ഞാൽ ഇതൊക്കെയാണ്. അപ്പോൾ എൻ്റെ അടുത്ത് ഉണ്ടായിരുന്നത് ബനാന ഉണ്ടായിരുന്നു, കുറച്ച് അനാറുണ്ടായിരുന്നു. അപ്പോൾ അത് കഴിഞ്ഞിട്ട് ഞാൻ രാവിലത്തെ ഫസ്റ്റ് ഞാൻ ഫ്രൂട്ട്സ് എന്തെങ്കിലും കഴിക്കുക, മുസമ്പിയൊക്കെ കട്ട് ചെയ്തിട്ട് അത് കഴിക്കുകയാണ്. പിന്നെ വരുന്ന ഷോർട്സാണ് നമ്മുടെ ബിരിയാണി കഥ. അപ്പോൾ എല്ലാ കുളിയും നിസ്കാരം എല്ലാം കഴിഞ്ഞ് പിന്നെ താഴത്തോട്ട് ഇറങ്ങി ഡ്രസ്സൊക്കെ മാറ്റിയിട്ട് നമ്മൾ ഭക്ഷണം കഴിക്കും. നമ്മൾ ഇവിടെ ഒരു 12-10 മണി ആ ഇടയിൽ ഭക്ഷണം കഴിക്കും. ഇപ്രാവശ്യം കുറച്ച് ലേറ്റാണ് എങ്കിലും ഒരു 12 മണിയോട് കൂടി കഴിച്ചു കേട്ടോ ബിരിയാണിയൊക്കെ. അപ്പോൾ ബിരിയാണി ചെമ്പിൻ്റെ മൂടി ഇങ്ങനെ മാറ്റിയപ്പോൾ എൻ്റെ സാറേ ഒരു മണം വരാണ്ട്. ഇത് ഞാനുണ്ടാക്കിയ ബിരിയാണി അല്ല കേട്ടോ, അതുകൊണ്ട് തന്നെ പ്രത്യേകം ടേസ്റ്റ് ഇതിലുണ്ടായിരുന്നു. അപ്പോൾ നല്ല ചിക്കൻ ബിരിയാണി ആയിരുന്നു, ഉമ്മ ഉണ്ടാക്കിയ റെസിപ്പി ആയിരുന്നു. അപ്പോൾ അതാണ് ഇങ്ങനെ ഇളക്കി നന്നായിട്ട് ചോറും ആ മസാല ഒക്കെ ഇട്ടൊന്ന് ഇളകി വരാൻ കാണുമ്പോൾ തന്നെ ഒരു രസമല്ലേ. അപ്പോൾ എനിക്ക് അല്ലെങ്കിൽ രാവിലെ പൂവട ആയതുകൊണ്ട് തന്നെ അധികം പോയിട്ടില്ല. അപ്പോൾ ബിരിയാണി കഴിക്കാമല്ലോ എന്ന് പ്രതീക്ഷയിലായിരുന്നു ഇത്രയും നേരം ഞാൻ ഇരുന്ന് കേട്ടോ. അപ്പോൾ എൻ്റെ കുത്തിയിളക്കൽ കണ്ടിട്ട് പുയ്യാപ്പിളക്കാർക്ക് വന്നിട്ട് കുത്തി ഇളക്കി മറിക്കും. അവരെ ഇളക്കുമ്പോൾ ഒരു പ്രത്യേക രീതിയിൽ ഇളകുമല്ലോ. അപ്പോൾ അവരത് ഏറ്റെടുത്തു. അപ്പോൾ സന്തോഷം, ഞാനത് വീഡിയോ എടുത്തു, അത്രയേ ഉള്ളൂ. പിന്നെ അത് കഴിഞ്ഞ് ചോറൊക്കെ സെറ്റ് ചെയ്ത് എല്ലാവരും കൂടി ഇരുന്ന് സന്തോഷമായിട്ട് ഫുഡൊക്കെ കഴിച്ചു. പെരുന്നാളിന് ഇത്രയൊക്കെയാണ് നമ്മുടെ പെരുന്നാളിന് പ്രധാനം.
രാവിലത്തെ ഫുഡ് പ്രിപ്പറേഷനും ഉച്ചക്കത്തെ ചോറും. അത് കഴിഞ്ഞാൽ ഫ്രീ ആണ്, എല്ലാവരും ടോട്ടലി ഫ്രീ ആണ്. വേണ്ടവർക്ക് വേണ്ട രീതിയിൽ എന്ത് വേണമെങ്കിലും ചെയ്യാനുള്ള, ഫോൺ വിളിക്കാനും മെസ്സേജസ് ഫോർവേഡ് ചെയ്യാനും അല്ലെങ്കിൽ പലരുടെ മെസ്സേജ് റിപ്ലൈ കൊടുക്കാനുള്ള സമയമാണ് ഇനി അങ്ങോട്ട്. അപ്പോൾ റൂമിൽ ഇങ്ങനെ റെസ്റ്റ് എടുക്കുന്ന സമയത്താണ് പോത്തിനെ കുളിപ്പിക്കുന്ന ഒരു സീൻ കണ്ടത്. അപ്പോൾ തോന്നി അത് നിങ്ങളൊക്കെ ഒന്ന് കാണിച്ചേക്കാമെന്ന്. അങ്ങനെയാണ് ഈ ഒരു ഷോട്ടും. എനിക്ക് തോന്നുന്നു ഇപ്പം മെയിനായിട്ട് ഞാൻ പോത്തിന് പിന്നാലെയായി പോകുന്നുണ്ടോ എന്നൊക്കെ ഡൗട്ടുണ്ട്. പക്ഷേ അത് എനിക്ക് തന്നെ ഒരു തിരിച്ചടിയാവും തോന്നുന്നുണ്ട്. അത് എന്താ പറയുക, ആ ഒരു കർമ്മം കഴിഞ്ഞു കഴിഞ്ഞാൽ അതില്ലല്ലോ എന്നൊരു തോട്ട് എനിക്ക് ഇപ്പോഴേ ഇങ്ങനെ വരുന്നുണ്ട് കേട്ടോ. പക്ഷേ നോ വെറീസ്, ഞാനത് മൈൻഡിൽ നിന്ന് എടുത്ത് കളഞ്ഞ്. അപ്പോൾ അങ്ങനെയൊക്കെയാണ് എൻ്റെ പെരുന്നാൾ വിശേഷങ്ങൾ. ഇന്ന് വീട്ടിലൊന്നും പോയിട്ടില്ല, നാളെ വീട്ടിലൊക്കെ പോകട്ടെ. അപ്പോൾ ബാക്കിയെല്ലാം പിന്നെ ഒരു വ്ളോഗിലൂടെ